15 വർഷം പിന്നിട്ടിട്ടും രാഗസരോവരത്തിന് അവഗണന മാത്രം. സംഗീത സംവിധായകൻ രവീന്ദ്രൻ മാസ്റ്ററുടെ സ്മരണയ്ക്കായി ജന്മനാടായ കുളത്തൂപ്പുഴയിൽ ലക്ഷങ്ങൾ മുടക്കി നിർമ്മിച്ച സ്മാരക മന്ദിരത്തിന് താഴുവീണിട്ട മാസങ്ങൾ. ഉദ്ഘാടനം ചെയ്ത 1 വർഷം പിന്നിടുമ്പോഴും രാഗസരോവരം പ്രവർത്തന സജ്ജമാക്കാൻ സർക്കാർ തയ്യാറായിട്ടില്ല. നിലവിൽ രാഗസരോവരം സ്മാരക മന്ദിരം പൂർണ്ണമായും കാടുകയറി നശിക്കുകയാണ്. ഉദ്ഘാടനം കഴിഞ്ഞ് പഞ്ചായത്ത് ഒരു ജീവനക്കാരനെ നിയമിച്ചെങ്കിലും അതിനും 2 മാസത്തെ ആയുസേ ഉണ്ടായിരുന്നുള്ളൂ. പ്രശസ്ത ശില്പിയും ചലച്ചിത്രകാരനുമായ രാജീവ് അഞ്ചലിൻ്റെ മേൽനോട്ടത്തിൽ കുളത്തൂപ്പുഴ പഞ്ചായത്താണ് പദ്ധതി നടപ്പിലാക്കിയത്. 60 ലക്ഷം രൂപ മുടക്കിയാണ് 1ാം ഘട്ട പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയത്. സംഗീതം ഉൾപ്പെടെയുള്ള കലകളുടെ പരിപോഷണം ലക്ഷ്യമിട്ടായിരുന്നു പദ്ധതി. രവീന്ദ്രൻ മാഷിന് ലഭിച്ച അംഗീകാരങ്ങളുടെ നിത്യവിസ്മയമായ പുരസ്കാരങ്ങൾ സൂക്ഷിക്കാൻ പ്രത്യേക മ്യൂസിയവും ഉദ്യാനവും രൂപരേഖയിലുണ്ടായിരുന്നു. 2009 ജനുവരി 31 യേശുദാസാണ് സ്മാരക മന്ദിരത്തിന് തറക്കല്ലിട്ടത്. രവീന്ദ്ര സ്മാരകത്തിന് രാഗസരോവരമെന്ന പേര് നിർദ്ദേശിച്ചത് ONV കുറുപ്പും. 2023 ജൂലൈ 7 സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാനാണ് സ്മാരക മന്ദിരത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. തുറന്നുവെച്ച പുസ്തകത്തിൽ സംഗീതോപകരണമായ ചെല്ലോ ചാരിവെച്ച നിലയിലാണ് കെട്ടിടത്തിൻ്റെ രൂപകൽപ്പന. പൂർത്തിയായ ആദ്യഘട്ടത്തിൽ ചില മാറ്റങ്ങൾ നിലവിൽ നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട്. ഉദ്ഘാടനം പൂർത്തിയായി 1 വർഷത്തിലേറെയായിട്ടും അവഗണനയിൽ നിന്നും രാഗസരോവരത്തിന് ശാപമോക്ഷമില്ല. ഫോക്സ് TV ന്യൂസ് ബ്യൂറോ, പുനലൂർ.